ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കുറേ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ട് അതിൻ്റെ എൻഡിൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ കുറച്ച് ബേസിക്സ് നോക്കാം. നമുക്കറിയാം എൻഡിൽ സീറോസ് വരുന്നത് അത് 10ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ്. അതായത് 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിൽ അത് 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യാൻ പറ്റുക. 10ൻ്റെ കൗണ്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യാൻ പറ്റുക. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻസിനകത്ത് എത്ര നമ്പർ ഓഫ് 5s ഉണ്ട്, അതുപോലെ എത്ര നമ്പർ ഓഫ് 2s ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 6 ഇൻറ്റു 10 ഇൻറ്റു 15. ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് 2ൻ്റെ പവേഴ്സ് കാണണം. ഇവിടെ 2, ഇതിൽ 2 സ്ക്വയർ, 6-നകത്തൊരു 2, അതുപോലെ 10-ലൊരു 2. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് 2 അല്ലെങ്കിൽ 2ൻ്റെ പവേഴ്സ് എത്രയുണ്ടെന്ന് നോക്കിയാൽ 2⁵5 എന്ന് കിട്ടും. അതുപോലെ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് 5 ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ ഒരു 5, ഇതിലും ഒരു 5, മൂന്നിലും ഓരോ 5 വീതം. സോ 5³ എന്ന് വരും. അതായത് ഇതിനകത്ത് നമുക്ക് 2³ ഇൻറ്റു 5³ 2 ഇൻറ്റു 5³ എന്ന് എഴുതാൻ പറ്റും. അതായത് 10³ ആണ് വരുന്നത്. 10³ ആണ് വന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ ഇതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 2ൻ്റെ പവറും 5ൻ്റെ പവറും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏതിൻ്റെ പവറാണോ ലീസ്റ്റ് എക്സ്പോണൻറ്റ് വരുന്നത്, അതായത് ഇവിടെ 5ൻ്റെ പവറാണ് ചെറുത് വരുന്നത്, 5³ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ പവറായ 3 നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ എത്ര തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് 2ൻ്റെയും 5ൻ്റെയും പവർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനകത്ത് ഏതിൻ്റെ പവറാണോ ഏറ്റവും ചെറിയ നമ്പറായിട്ട് വരുന്നത് അത്രയും നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റിനകത്ത് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള UPSC ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടിന്യൂസ് ആയി കുറേ മൾട്ടിപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എൻഡിൽ എത്ര നമ്പർ ഓഫ് സീറോസ് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പാറ്റേൺ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 2ൻ്റെ പവർ 4, 3ൻ്റെ പവർ 6, ഏതാണോ നമ്പർ അതിൻ്റെ ഡബിൾ ആയിരിക്കും അവിടെ പവേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്തും നമ്മൾ കാണേണ്ടത് 5ൻ്റെ പവേഴ്സ് എത്രയാണ്, അതുപോലെ 2ൻ്റെ പവേഴ്സ് എത്രയാണ് വരുന്നത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്താൽ അറിയാം. 5⁻10 വരും, അതുപോലെ 10⁻20 ആണ്, പിന്നെ വരുന്നത് 15⁻30 ആണ്, പിന്നെ വരുന്നത് 20⁻40, ലാസ്റ്റ് 25⁻50. അപ്പോൾ 5ൻ്റെ പവേഴ്സ് നമുക്ക് കിട്ടുന്നത് 5 ഇതിൽ നിന്ന് 10 വരും, ഇവിടെ വീണ്ടും 20 വരും, പിന്നെ അവിടെ 30, പിന്നെ 40, 25 എന്ന് പറയുമ്പോൾ 5² ആണ്. സോ 5² എന്ന് പറയുമ്പോൾ 5⁻100 ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ പവേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5⁻200. ഇനി നമുക്ക് നോക്കേണ്ടത് 2ൻ്റെ പവേഴ്സാണ്. 2ൻ്റെ പവേഴ്സ് 200-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ലീസ്റ്റ് എക്സ്പോണൻറ്റ് 200 ആണ്. സോ 200 നമ്പർ ഓഫ് സീറോസ് വരും. ഇല്ല 2ൻ്റെ പവേഴ്സ് 200-നേക്കാൾ ലെസ് ആണെങ്കിൽ നമ്മൾ അത് നോക്കി വേണം ഡിസൈഡ് ചെയ്യാൻ. അത്രയും ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സീറോസ് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും 2ൻ്റെ പവേഴ്സ് കൂടുതലാണെന്നുള്ളത്. എങ്കിലും നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ ഞാനിവിടെ ലാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റിലേക്ക് 2ൻ്റെ പവേഴ്സ് വരുന്നത് 24 ആണ്. സോ 24⁻48 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 2ൻ്റെ പവർ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 3 ആണ്. സോ 2³ ആണ് വരുന്നത്. സോ 2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 48. 3 × 48 ആകുമ്പോൾ 2⁻144. ഇവിടെ തന്നെ നമുക്ക് പവർ 144 വന്നു. ഇനി അടുത്ത പവറായ 22⁻44 എടുക്കുമ്പോൾ 2ൻ്റെ പവർ വരുന്നത് 44 ആണ്. അതേപോലെ നമ്മൾ അടുത്ത പവറായ 20⁻40 എടുത്താൽ ഇവിടെ വരുന്നത് നമുക്ക് 2⁻80 ആണ്. ഇത് 3 തന്നെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 2ൻ്റെ പവർ 200-നേക്കാൾ കൂടുതലാണ്. സോ ലീസ്റ്റ് എക്സ്പോണൻറ്റ് വരുന്നത് 5ൻ്റെ പവറാണ്, അത് 5⁻200 ആണ്. അപ്പോൾ നമുക്ക് വരുന്ന നമ്പർ ഓഫ് സീറോസ് എന്നുള്ളത് 200 ആയിരിക്കും. ഇത് 2020 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറേ മൾട്ടിപ്ലിക്കേഷൻസ് തന്ന് ഇതിൻ്റെ എൻഡിലെ സീറോസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നേരത്തെ അതേ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ 5ൻ്റെ പവേഴ്സ് ഇവിടെ എല്ലാ ടേമിലും ഓരോ 5 ഉണ്ട്. 25-ലാണെങ്കിൽ 5² വരും, ബാക്കി എല്ലാത്തിലും ഓരോ 5 വീതം. 50-ലും 5² ആണ്. അപ്പോൾ 12 വരെ 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 എക്സ്ട്രാ ടേംസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5ൻ്റെ പവേഴ്സ് വരുമ്പോൾ 5⁻14 എന്ന് വരും. 5⁻14 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്ത് 2ൻ്റെ പവർ നോക്കണം. കാരണം ഇത് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് 2ൻ്റെ പവേഴ്സും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2ൻ്റെ പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ 2 വരും,
20ൽ 2 സ്ക്വയർ ആണ്, സോ 2 സ്ക്വയർ. 30ൽ 2, 40ൽ 2 ക്യൂബ് ആണ് വരുന്നത്. ദെൻ 50ൽ ഒരു 2, 60ൽ 12 ഇൻറ്റു 5 ആണ്, അപ്പോൾ 2 സ്ക്വയർ 4 ആണ് വരുന്നത്, 2 സ്ക്വയർ. അപ്പോൾ ഇതിൽ നമ്മൾ 2ൻ്റെ പവേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2⁻10 ആണ്. ഇവിടെ ലീസ്റ്റ് എക്സ്പോണൻറ്റ് വരുന്നത് 2ൻ്റെ പവേഴ്സിലാണ്, 10 ആണ് വന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് ഇവിടെ നമുക്കറിയാം ഇത് 12ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 12 ഇൻറ്റു 5 ആണ് 60 വരുന്നത്. അപ്പോൾ എല്ലാ ടേമിലും ഓരോ 5 ഉണ്ട്. നമ്മൾ 5 ഈച്ച് ടേമിൽ നിന്നും ഔട്ട് സൈഡിലെടുത്താൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു അങ്ങനെ നമുക്ക് 12 5s വരുന്നുണ്ട്. സോ 5⁻12 നമുക്ക് ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡിൽ നമുക്ക് 5ൻ്റെ അവിടെ 1, 10ൽ 2 ഇൻറ്റു 5 ആണ്, 15ൽ 3 ഇൻറ്റു 5 ആണ്. ഇങ്ങനെ നമ്മൾ 60 എത്തുമ്പം 12 ഇൻറ്റു 5. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു അങ്ങനെ 12 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 12 ഫാക്ടോറിയൽ എന്നാണ്. അപ്പോൾ ഈ ഒരു 12 ഫാക്ടോറിയലിൽ നമുക്ക് ഏത് നമ്പേഴ്സും എത്ര പ്രാവശ്യം പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എത്ര പ്രാവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ പവർ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ 12 ഫാക്ടോറിയൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷനകത്ത് 5ൻ്റെ ടേംസ് 5 എത്ര പ്രാവശ്യം പ്രസൻ്റ് ആണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ 12നെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ്റ് നമുക്ക് 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് 2 5നേക്കാൾ ലെസ് ആയതുകൊണ്ട് ഇനി ഡിവിഷൻ ചെയ്യേണ്ട, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇതിനർത്ഥം ഈ ഒരു 12 വരെയുള്ള മൾട്ടിപ്പിളിനകത്ത് 5 2 പ്രാവശ്യം പ്രസൻ്റ് ആണ്. അത് നമുക്കറിയാം, ഒന്ന് 5ലുണ്ട്, 10ലും ഒരു 5 ഉണ്ട്. സോ 5 ഇൻറ്റു 5 നമുക്ക് 5 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 5 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് 5⁻12 ഔട്ട് സൈഡിലുണ്ട്. സോ 5 സ്ക്വയർ ഇൻറ്റു 5⁻12 5⁻14 വരും. എഗെയിൻ നമ്മൾ ഇതിനകത്ത് ഇനി 2ൻ്റെ പവേഴ്സാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് 2ൻ്റെ പവേഴ്സും കണ്ടുപിടിക്കാം. അതിന് നമ്മൾ 12നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് 6 ആയിരിക്കും. 6 2നേക്കാൾ വലുതായതുകൊണ്ട് എഗെയിൻ നിങ്ങൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ്റ് 3 ആണ്. 3 2നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ വൺസ് എഗെയിൻ ഡിവൈഡ് ചെയ്യുക. നമുക്ക് കോഷ്യൻ്റ് കിട്ടുന്നത് 1 ആണ്. ഇനി നമ്മൾ ഈ കോഷ്യൻ പാർട്ടെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. 6 + 3 + 1 നമുക്ക് 10 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2ൻ്റെ പവേഴ്സ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് 10 ആണ്. അപ്പോൾ 2⁻10 എന്ന് വരും. അപ്പോൾ 5⁻14ഉം 2⁻10ഉം വന്നു കഴിഞ്ഞാൽ ലീസ്റ്റ് എക്സ്പോണൻറ്റ് 2ൻ്റെതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ അത് 10 ആയിരിക്കും. ഇത് 2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ടിൽ 15 വരെയാണ് തന്നിരിക്കുന്നത്. ഇതിന് ഈക്വൽ ടു 3⁻m ഇൻറ്റു n എന്ന് തന്നിട്ടുണ്ട്. എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എമ്മിൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനകത്ത് എത്ര 3യുടെ പവേഴ്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് നേരത്തെ സെയിം മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് 15/3 ചെയ്യുക. നമുക്ക് 3യുടെ പവേഴ്സാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് 15നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് നമുക്ക് 5 എന്ന് എഴുതാം. 5 എഗെയിൻ 3യേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ്റ് വരുന്നത് 1 ആണ്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് കോഷ്യൻ്റും തമ്മിൽ ആഡ് ചെയ്യുക. 5ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. അതിനർത്ഥം ഇതിനകത്ത് 3യുടെ പവേഴ്സ് മാക്സിമം 6 ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എമ്മിൻ്റെ വാല്യൂ ആണ്. എമ്മിൻ്റെ വാല്യൂ 6 ആണ്. താങ്ക് യു.